നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LD ടൈപ്പിസ്റ്റ്, അതുപോലെ തന്നെ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഞാൻ പറയുന്നില്ല, ആൻസർ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഇതെല്ലാം പ്രീവിയസ് ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ LD ടൈപ്പിസ്റ്റ് എക്സാം, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് എക്സാമിന് വേണ്ടിയിട്ടൊക്കെ ക്ലാസ്സുകളും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ പ്രിപ്പയർ ചെയ്തിരുന്നു. അതെല്ലാം നമ്മുടെ ചാനൽ പ്ലേലിസ്റ്റിലുണ്ട്. ആവശ്യമുള്ളവർ ക്ലാസ്സുകൾ കണ്ടു നോക്കുക. അതുപോലെ തന്നെ എല്ലാ സിലബസ് വൈസ് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ബേസിൽ തന്നെയാണ്, ഇതേ സിലബസ് തന്നെയാണ് നമ്മുടെ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 എക്സാം, അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി ടൈപ്പിസ്റ്റ്, കേര ഫെഡ് ഇതിലെല്ലാം ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സുകളായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ടൈപ്പ് റൈറ്റർ വാസ് ഇൻവെൻറ്റഡ്. ആദ്യത്തെ കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള ടൈപ്പ് റൈറ്റർ ഇൻവെൻറ്റ് ചെയ്തത് ആരാണ്? ക്രിസ്റ്റഫർ ഷോൾസ് ആണ് ആദ്യത്തെ ഫസ്റ്റ് കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള ടൈപ്പ് റൈറ്റർ ഇൻവെൻറ്റ് ചെയ്ത് ആരാണെന്ന് ചോദിച്ചാൽ ക്രിസ്റ്റഫർ ഷോൾസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, there are dash types of ribbon movement. എത്ര ടൈപ്പ് റിബൺ മൂവ്മെൻ്റ് ഉണ്ടെന്നാണ്. ഇത് നമ്മുടെ ടൈപ്പിസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പ് റൈറ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. റിബൺ എന്താണ്, റിബൺ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്നെല്ലാം നമ്മൾ ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ റിബൺ എന്താണ്, ടൈപ്പ് റൈറ്റർ എന്താണെന്നൊക്കെ കറക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാത്തവർ ആ ക്ലാസ്സുകൾ കണ്ടു നോക്കുക. അപ്പോൾ എത്ര ടൈപ്പ് റിബൺ മൂവ്മെൻ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ മെയിനായിട്ടും 3 ടൈപ്പ് റിബൺ മൂവ്മെൻ്റ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ലെഫ്റ്റ്, രണ്ടാമത്തെ റൈറ്റ്, പിന്നെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്. നമുക്കറിയാം ലെഫ്റ്റിലോട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ റിബൺ മൂവ് ചെയ്യുന്ന ലെഫ്റ്റ്, അതുപോലെ തന്നെ ഇപ്പുറത്ത് ഫില്ലായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ തിരിച്ച് നമ്മൾ ഫില്ല് ചെയ്യിക്കും. അതാണ് ഏത്, റൈറ്റ് മൂവ്മെൻറ്റ്. പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് മൂവ്മെൻറ്റ് വരുന്നുണ്ട്, അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്, മുകളിലേക്കും താഴേക്കും റിബൺ മൂവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ 3 ടൈപ്പ് മൂവ്മെന്റ് ആണ് മെയിനായിട്ടും ഉള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1024 GB ഇസ് ഈക്വൽ ടു ഡാഷ്. 1024 GB എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 TB ആണ്. GB എന്ന് പറഞ്ഞാൽ ജിഗാബൈറ്റ്. അപ്പോൾ 1024 GB ഇസ് ഈക്വൽ ടു 1 ടെറാബൈറ്റ് ആണ്. നോക്കിയാൽ 1024 കിലോബൈറ്റ് എന്ന് പറഞ്ഞാൽ 1 MB ആണ്. അതുപോലെ തന്നെ 1024 MB, അതായത് 1024 മെഗാബൈറ്റ് എന്ന് പറയുന്നതാണ് എന്ത്, 1 GB. 1024 GB is equal to 1 TB. അതുപോലെ തന്നെ ഇത് മാത്രമല്ല യൂണിറ്റുകളുള്ളത്, യൂണിറ്റുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ ചാനലിലുണ്ട്, നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് നോക്കുക. ബേസിക് ആയിട്ടും ഇത്രയാണ് കൂടുതലും ചോദിക്കുന്നത്. അപ്പോൾ 1024 GB എന്ന് പറഞ്ഞാൽ 1 TB ആണ്. TB എന്ന് പറഞ്ഞാൽ ടെറാബൈറ്റ്. അപ്പോൾ 1024 KB ഈസ് ഈക്വൽ ടു 1 MB, 1024 MB ഈസ് ഈക്വൽ ടു 1 GB, 1024 GB ഈസ് ഈക്വൽ ടു 1 TB. നോക്കിയേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺട്രോൾ ഇസഡ് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ഫോർ. എന്തിനു വേണ്ടിയിട്ടാണ് കൺട്രോൾ ഇസഡ് യൂസ് ചെയ്യുന്നത്? അൺഡു, ഏതെങ്കിലും ഒരു ആക്ഷൻ അൺഡു ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത്, കൺട്രോൾ ഇസഡ് ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റിഡുവിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് കൺട്രോൾ +Y ആണ് റിഡുവിൻ്റെ ഷോർട്ട് കട്ട് കീ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ് ആർ ദ ഓപ്ഷൻസ് ഓഫ്. എന്തിൻ്റെ ഓപ്ഷൻസ് ആണ് പോർട്രേറ്റും ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്? പേജ് ഓറിയൻറ്റേഷൻ. പേജ് ഓറിയൻറ്റേഷനിൽ വരുന്ന 2 ടൈപ്സ് ആണ് പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ്. അപ്പോൾ നമ്മൾ പേജ് ഓറിയൻറ്റേഷൻ എടുക്കുമ്പോൾ നേരെയുള്ള പേപ്പറിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ അത് പോർട്രേറ്റും, തിരിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലാൻഡ്സ്കേപ്പുമാണ്. ഇപ്പോൾ പേജ് ഓറിയൻറ്റേഷൻ്റെ 2 ടൈപ്സ് അല്ലെങ്കിൽ 2 ഓപ്ഷൻസ് ആണ് പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ്. ഒരുപാട് എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, തിരിഞ്ഞു പോകരുത്. അടുത്ത MS വേർഡ് ഈസ് എ ഡാഷ്. MS വേർഡ് എന്ന് പറയുന്നത് എന്താണ്, എന്ത് സോഫ്റ്റ്വെയർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് MS വേർഡ് എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്.
അപ്പോൾ സോഫ്റ്റ്വെയർ എന്താന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് പ്രോഗ്രാംസ്, അതായത് നമ്മൾ ഹാർഡ്വെയർ ആയിട്ടുള്ള നമ്മുടെ കീബോർഡ്, മൗസ് അങ്ങനെയുള്ളതൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് പ്രോഗ്രാംസിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സോഫ്റ്റ്വെയർ തന്നെ 2 ടൈപ്പ് ഉണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയറുമുണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുമുണ്ട്. അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത് എന്താണ്, ഒരു തരത്തിലുള്ള സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഇനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ചില സോഫ്റ്റ്വെയർസ് ഉണ്ട്, അതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതായത് വേർഡ്, നമുക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ MS വേർഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷന് വേണ്ടി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് MS വേർഡ്. ഇനി അതുപോലെ തന്നെ എക്സൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പവർ പോയിന്റ് ആണെങ്കിൽ പ്രസൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പവർ പോയിന്റ് എടുത്തിട്ട് നമുക്കൊരു ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോ സ്പെസിഫിക് ആപ്ലിക്കേഷൻസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേഡ്, എക്സൽ, പവർ പോയിന്റ്, ഫോട്ടോഷോപ്പ് ഒക്കെ എന്താണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ്. അപ്പോൾ MS വേർഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മെയിൻ സ്പ്രിംഗ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഡാഷ് സൈഡ് ഓഫ് ടൈപ്പ് റൈറ്റർ. ടൈപ്പ് റൈറ്ററിൻ്റെ ഏത് സൈഡിലാണ് മെയിൻ സ്പ്രിംഗ് സ്ഥിതി ചെയ്യുന്നത്? മെയിൻ സ്പ്രിംഗ് എന്ന് പറയുന്നത് ടൈപ്പ് റൈറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് മെയിൻ സ്പ്രിംഗ്. അതുപോലെ തന്നെ ഹേർട്ട് ഓഫ് ടൈപ്പ് റൈറ്റർ എന്നറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതും മെയിൻ സ്പ്രിംഗ് ആണ്. അപ്പം മെയിൻ സ്പ്രിംഗ് സ്ഥിതി ചെയ്യുന്നത് ടൈപ്പ് റൈറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. ഹേർട്ട് ഓഫ് ടൈപ്പ് റൈറ്റർ എന്നറിയപ്പെടുന്നത് എന്താണ്, മെയിൻ സ്പ്രിംഗ് ആണ്. നമ്മൾ CPU-നെ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്നൊക്കെ വിളിക്കുന്ന പോലെ ഹേർട്ട് ഓഫ് ടൈപ്പ് റൈറ്റർ എന്നറിയപ്പെടുന്നത് എന്താണ്, മെയിൻ സ്പ്രിംഗ് ആണ്. അടുത്ത, ടൈപ്പ് റൈറ്റർ വാസ് ഇൻവെന്റഡ് ബൈ. ആരാണ് ടൈപ്പ് റൈറ്റർ കണ്ടുപിടിച്ചത്? ഹെൻറി മിൽ അല്ലെങ്കിൽ വില്യം ഹെൻറി മില്ലാണ് ടൈപ്പ് റൈറ്റർ കണ്ടുപിടിച്ചത്. അപ്പോൾ ടൈപ്പ് റൈറ്റർ ഇൻവെന്റ് ചെയ്ത് ആരാണെന്ന് ചോദിച്ചാൽ വില്യം ഹെൻറി മില്ലായിരിക്കും, അല്ലെങ്കിൽ ഹെൻറി മിൽ എന്നേ ഓപ്ഷനിൽ കാണത്തുള്ളൂ. വില്യം ഹെൻറി മിൽ എന്ന് പറഞ്ഞാൽ കണ്ടാലും ആൻസർ ശരി തന്നെയാണ്. ഇനി കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള ടൈപ്പ് റൈറ്റർ നമ്മൾ ആദ്യമേ പറഞ്ഞു, ആരുടെ ആയിരുന്നു, ക്രിസ്റ്റഫർ ഷോൾസ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗൈഡ് കീസ് ആർ ഡാഷ് ആൻഡ് ഡാഷ്. ഏതൊക്കെയാണ് ഗൈഡ് കീസ്? ടൈപ്പ് റൈറ്ററിലുള്ള നമ്മളെ ഗൈഡ് ചെയ്യുന്ന കീസ് ഏതൊക്കെയാണ്? എയും സെമിക്കോളനും. ഇപ്പോൾ ടൈപ്പ് റൈറ്ററിൽ ടൈപ്പിംഗ് പഠിച്ച എല്ലാവർക്കും അറിയാം, നമ്മൾ ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ 2 വിരലിൻ്റെയും കുഞ്ഞു വിരലുകൾ ആദ്യം ഏത് 2 കീസിൽ വെക്കും? ഏതിലാണ്? ലെഫ്റ്റ് ഹാൻഡിലെ ആണെങ്കിൽ എയിലും വെക്കും, റൈറ്റ് ഹാൻഡിലെ ആണെന്നുണ്ടെങ്കിൽ സെമിക്കോളനിലും വെക്കും. ഇതിൽ വെച്ചിട്ടാണ് ബാക്കിയുള്ള വിരലുകൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത് ടൈപ്പ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ബാക്കിയുള്ള കീസിലേക്ക് ഹാൻഡ് മൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഗൈഡ് ചെയ്യുന്ന കീസ് ആണ് ഇത്, എ എന്ന് പറയുന്ന കീയും സെമിക്കോളൻ എന്ന് പറയുന്ന കീയും. അപ്പോൾ ഈ 2 കീസിനെ ആണ് ഗൈഡ് കീസ് എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ നോക്കിയേ, ഹൂ വാസ് ദ ഇൻവെന്റർ ഓഫ് കാർബൺ പേപ്പർ? കാർബൺ പേപ്പർ കണ്ടുപിടിച്ചത് ആരാണ്? പെല്ലഗ്രിനോ ടൂറിയാണ് കാർബൺ പേപ്പർ കണ്ടുപിടിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇയർ ടച്ച് ടൈപ്പിംഗ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ്? ടച്ച് ടൈപ്പിംഗ് എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഏത് വർഷമാണ്? 1888 ടച്ച് ടൈപ്പിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1888 ടച്ച് ടൈപ്പിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. എ ടൈപ്പ് റൈറ്റർ വാസ് ഐഡന്റിഫൈഡ് ബൈ ഡാഷ്. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ടൈപ്പ് റൈറ്റർ നമ്മൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? അതിൻ്റെ ഒരു ചേസിസ് നമ്പറും മേക്കേഴ്സ് നെയിമും വെച്ചിട്ടാണ് ടൈപ്പ് റൈറ്ററിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ടൈപ്പ് റൈറ്ററിൻ്റെ ചേസിസ് നമ്പറും മേക്കേഴ്സ് നെയിമും വെച്ചിട്ടാണ് ഒരു ടൈപ്പ് റൈറ്ററിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ കണക്റ്റിംഗ് ഡിവൈസ് ബിറ്റ്വീൻ ദ മെയിൻ സ്പ്രിംഗ് ആൻഡ് മെയിൻ സ്പ്രിംഗ് ഡ്രം. കണക്റ്റിംഗ് ഡിവൈസ് ബിറ്റ്വീൻ ദി ക്യാരേജ് ആൻഡ് മെയിൻ സ്പ്രിംഗ് ഡ്രം. മെയിൻ സ്പ്രിങ്ങും ക്യാരേജും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഏത് ഡിവൈസ് ആണ്? ഏതാണ്? ഡ്രോ കോഡാണ്. ഡ്രോ കോഡ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് നമ്മുടെ ടൈപ്പ് റൈറ്ററിലുള്ളത്. ഈ നമ്മുടെ ക്യാരേജിനെയും അതുപോലെ തന്നെ മെയിൻ സ്പ്രിങ്ങിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഡ്രോ കോഡ് എന്ന് പറയുന്നത്. ഈ ഡ്രോ കോഡ്
പൊട്ടിപ്പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ടൈപ്പ് റൈറ്റർ എന്താ സഡനായിട്ട് നിൽക്കും. അതെന്ത് ചെയ്യും, നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ടൈപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ടൈപ്പ് റൈറ്റർ സഡനായിട്ട് നിൽക്കുവാണെങ്കിൽ എന്താ, ഡ്രോ കോഡ് പൊട്ടിപ്പോകുമ്പോഴാണ് സഡനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒരു ബ്രേക്ക് ഡൗൺ ആകുന്നത് എന്താണ്, നമ്മുടെ ഡ്രോ കോഡ് പൊട്ടിപ്പോകുമ്പോഴാണ്. അപ്പോൾ ക്യാരേജിനെയും മെയിൻ സ്പ്രിങ്ങിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഏതെന്ന് പറയുന്നത്, ഡ്രോ കോഡ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, തമ്പ് വീൽസ് ആർ ആൾസോ കാൾഡ്. തമ്പ് വീൽസിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? സിലിണ്ടർ നോബ് അല്ലെങ്കിൽ പ്ലേറ്റൻ നോബ്. ഇപ്പോൾ തമ്പ് വീൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലിണ്ടറിന്റെ 2 സൈഡിലായിട്ട് കാണുന്നതാണ് എന്ത്, തമ്പ് വീൽസ്. സിലിണ്ടറിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തമ്പ് വീൽസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ തമ്പ് വീൽസിനെ സിലിണ്ടറിനെ റൊട്ടേറ്റ് ചെയ്യാനാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് 2 സൈഡിലായിട്ട് കാണുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ സിലിണ്ടർ നോബ് അല്ലെങ്കിൽ പ്ലാറ്റൻ നോബ് എന്ന് പറയും. അപ്പം ഈ സിലിണ്ടറിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്, പ്ലാറ്റൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതിനെ പറയുന്ന മറ്റു പേരാണ് സിലിണ്ടർ നോബ് അല്ലെങ്കിൽ പ്ലാറ്റൻ നോബ്. അപ്പോൾ ഇതെന്താ, തമ്പ് വീല് കണ്ടിട്ടില്ല അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈപ്പ് റൈറ്റർ ക്ലാസ് എടുത്ത് നോക്കുക. അതിൽ ടൈപ്പ് റൈറ്റർ വെച്ച് തന്നെ നമ്മൾ തമ്പ് വീൽ എന്താണ്, ക്യാരേജ് എന്താണ്, സിലിണ്ടർ എന്താണ്, ഓരോ പാർട്ടും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അറിഞ്ഞൂടാത്തവർ അത് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ കണ്ട് മനസ്സിലാക്കുമ്പോൾ ഏത് പാർട്ടാണ്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസുമായിട്ട് ഉടനെ തന്നെ അടുത്ത ക്ലാസ്സുകൾ കാണും. ഇതുമല്ല പഴയ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി നോക്കുക. എല്ലാ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താങ്ക്